2022 ജനുവരി മാസം 3-ാം തീയതി അമേരിക്കയിലെ ലൂസിയാനയിലെ സ്ലോട്ടർ എന്ന ഒരു ചെറിയ നഗരം. 900 പേർ മാത്രം താമസിക്കുന്ന ആ ചെറിയ നഗരത്തിൽ നിന്ന് എമർജൻസി സർവീസിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു. ആ ഫോണിൽ സംസാരിച്ച ഷീല ഫ്ലെച്ചർ പറഞ്ഞത് തൻ്റെ 36 വയസ്സുള്ള മകൾ ലേസിയെ വീടിനുള്ളിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയതായും തനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നേ അറിയില്ല, പെട്ടെന്ന് തന്നെ വരണമെന്നും ആ ഫോൺ കോളിൽ ആവശ്യപ്പെട്ടു. പോലീസും പാരാമെഡിക് ടീമും ഉടൻ തന്നെ ആ വീട്ടിലെത്തി. വീടിന് പുറത്ത് 64 വയസ്സുള്ള ഷീലയും 65 വയസ്സുള്ള ഭർത്താവായ ക്ലേ ഫ്ലെച്ചറും പോലീസിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് അവരുടെ ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വല്ലാത്ത ഭയങ്കരമായ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവരെ കൊണ്ട് ശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു ആ വീട്ടിൽ നിന്നും വന്നത്. പോരാത്തതിന് അവിടെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭീകര ദൃശ്യങ്ങളായിരുന്നു പോലീസിന് കാത്തിരുന്നത്. നമ്മുടെ ചാനലിൽ ലേസി ഫ്ലെച്ചറെ കുറിച്ച് സംസാരിക്കണമെന്ന് തുടർന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സത്യത്തിൽ ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോഴും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനോട് ചെയ്യാൻ മറ്റൊരു മനുഷ്യന് തോന്നുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ പോലീസ്, ആ പാരാമെഡിക് ടീം അവിടെ എന്താണ് കണ്ടത്, അങ്ങനെ അവിടെ എന്താണ് സംഭവിച്ചത്? നാല് വയസ്സുള്ള ഷീലയ്ക്കും 65 വയസ്സുള്ള ക്ലേ ഫ്ലെച്ചറിനും ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവളുടെ പേരാണ് ലേസി ഫ്ലെച്ചർ. ഈ പോലീസുകാർ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് ഈ ദമ്പതികൾ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ചയായി ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ ലേസി ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ അവളെ മരിച്ച നിലയിലായിരുന്നു കണ്ടത്. ഇത് കേട്ടുകൊണ്ട് തന്നെ പോലീസ് അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ആ വീട് മുഴുവനും യൂറിനും മനുഷ്യ മാലിന്യങ്ങളും കലർന്ന വല്ലാത്തൊരു ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവർക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഭീകരമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന്. അകത്തെ സോഫയിൽ ലേസിയുടെ ജീവനറ്റ ശരീരമുള്ളതും അവർ കണ്ടു. ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന അവസ്ഥ അത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാം. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ ഡിസ്റ്റർബിംഗ് ആയിരിക്കാം. ലേസിയുടെ ശരീരം ആ സോഫയ്ക്കുള്ളിൽ അമർത്തി വച്ചതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വർഷങ്ങളോളം അവൾ അതേ സോഫയിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നിരിക്കണം. ആ ചിത്രങ്ങൾ എനിക്കിവിടെ കാണിക്കാൻ കഴിയില്ല, വളരെ ഡിസ്റ്റർബിംഗ് ആണ്. നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാം. ലേസിയുടെ ശരീരമാകെ ഇൻസെക്ട്സ്, പുഴുക്കൾ കടിച്ചതിൻ്റെ അടയാളമുണ്ടായിരുന്നു. ആ സോഫയിലുണ്ടായിരുന്ന മരക്കട്ടകൾ, കൂടാതെ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ, അവളുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന എല്ലുകൾ എല്ലാം പുറമേ വളരെ വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ മുഖം ചുവന്ന് വീങ്ങിയിരുന്നു. ആ ശരീരം മുഴുവനിലും മനുഷ്യ മാലിന്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. അവളുടെ മുടിയിലും തലയിലും, പറഞ്ഞു വന്നാൽ ചെവിക്കുള്ളിൽ നിന്ന് പോലും മനുഷ്യ മാലിന്യം കണ്ടെത്തി. കൂടാതെ അവളുടെ ശരീരത്തിൽ മാഗറ്റ്സ് നിറഞ്ഞിരുന്നു, അതായത് പുഴുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതിനെ ആദ്യം കണ്ട പോലീസും പാരാമെഡിക് ടീമും പറഞ്ഞത് ലേസിയുടെ ശരീരം ആ സോഫയുമായി പൂർണ്ണമായും ചേർന്നു പോയിരുന്നു. ശരീരവും ആ സോഫയും പരസ്പരം ഒട്ടിച്ചേർന്നിരുന്നു, അതായത് പരസ്പരം അങ്ങനെ ലയിച്ചു ചേർന്നിരുന്നു എന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ ആ സോഫയിൽ നിന്നും ശരീരം വേർപെടുത്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് അവളുടെ മരണത്തിൽ പല കാരണങ്ങളുണ്ട് എന്നാണ്. ശരീരത്തിൽ പോഷകാഹാരത്തിന്റെ കുറവ് വളരെയധികം ഉണ്ടായിരുന്നു. വർഷങ്ങളായി അവൾക്ക് പോഷകം ലഭിച്ചിട്ടേയില്ല. തീവ്രമായ വിശപ്പ് മൂലം അവൾക്ക് അൾസർ ഉണ്ടാവുകയും ശരീരത്തിൽ ബോൺ ഇൻഫെക്ഷനായി മരിച്ചുപോയി എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഈ റിപ്പോർട്ടിൽ നിന്നും ക്രൈം സീൻ അനലൈസ് ചെയ്തതിൽ നിന്നും ലേസി ഏകദേശം 12 വർഷത്തിലധികമായി ആ സോഫയിൽ തന്നെ ആയിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അവൾ അവസാനമായി തൻ്റെ ശരീരം എപ്പോഴാണ് ചലിപ്പിച്ചത് എന്ന് പോലും അറിയില്ല. ചിലർ പറയുന്നത് ലേസിക്ക്
ലോക്ക്ഡ് ഇൻ സിൻഡ്രം എന്ന അപൂർവമായ ഒരു ന്യൂറോളജിക്കൽ രോഗമുണ്ടായിരുന്നുവെന്നാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും പ്രവർത്തനം അവസാനിക്കും, പക്ഷെ കണ്ണുകൾ പ്രവർത്തിക്കും. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇല്ല, അവൾക്ക് അങ്ങനെയുള്ള രോഗമൊന്നും ഇല്ലായിരുന്നു. ലേസിക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു. അതായത് മറ്റാളുകളുമായി ഇടപഴകാൻ അവൾ ഭയപ്പെടും, പുതിയ സ്ഥലങ്ങളിൽ പോകാനായി മടിക്കും. ഇതൊക്കെയായിരുന്നു അവളുടെ അവസ്ഥ. അതുകൊണ്ടാണ് അവൾ മറ്റുള്ളവരിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നത് എന്നും പറഞ്ഞു. അതിനാൽ പോലീസ് ഉടൻ തന്നെ ലേസിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ലേസി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവളെ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ് എന്നും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. പോലീസുകാർ സാധാരണ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, നമ്മുടെ ചലനം ഇവയെല്ലാം ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത് കണ്ടെത്തും. അതിനനുസരിച്ചതുപോലെ ആയിരിക്കും അവരുടെ അടുത്തടുത്ത ചോദ്യം ഉണ്ടാവുക. അതുപോലെ ഈ മാതാപിതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ലേസിയെ നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിച്ചത്. അവളെ ഞങ്ങൾ വൃത്തിയാക്കും, അവൾക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകും. അവൾക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ലിവിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വരാറേ ഇല്ലായിരുന്നു. എന്തിന്, അവൾ ആ സോഫയിൽ നിന്ന് പോലും എഴുന്നേൽക്കാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനാൽ ആ സോഫയ്ക്കടുത്ത് ഞങ്ങളൊരു ടവൽ വെച്ചു കൊടുക്കും. അതിലാണ് അവൾ യൂറിൻ പോകുന്നതും മോഷൻ പോകുന്നതും. കൂടാതെ ഡോക്ടറുടെ സഹായം തേടാൻ പോലും ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. കാരണം ലേസി അങ്ങനെ യാതൊരു ആവശ്യവും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. അതിനനുസരിച്ചുള്ള യാതൊരു വേദനയും അവൾക്കില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ആ ജില്ലയിലെ ലോയർ പറഞ്ഞത്, ലേസിയുടെ മാതാപിതാക്കൾ പറഞ്ഞ വാദം അത് സത്യമല്ല. ലേസി തീർച്ചയായും അതിയായ വേദന അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ഇവരിൽ മർഡർ കേസ് ചുമത്തുമെന്നും പറഞ്ഞു. നിങ്ങളുടെ മകളെ നിങ്ങൾ ശരിയായി നോക്കാത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് അവരിൽ മർഡർ കേസ് ഫയൽ ചെയ്തു. ലേസിയുടെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു കേസ് അത് ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ താൻ ലേസിയുടെ മൃതദേഹം പരിശോധിച്ചതിന് ശേഷം ഒരുപാട് കരഞ്ഞു. അടുത്ത ഒരാഴ്ചത്തേക്ക് തനിക്ക് ആഹാരം കഴിക്കാൻ പോലും സാധിച്ചില്ല എന്നും പറഞ്ഞു. അതുപോലെ ലേസിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുമ്പോൾ അച്ഛനായ ക്ലേ ഫ്ലെച്ചറുടെ പക്കൽ നിന്നും യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരം പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ലേസിയുടെ അമ്മയായ ഷീല ചെറുതായൊന്ന് ദുഃഖം കാണിച്ചു, ഒരൽപ്പം കരഞ്ഞു എന്നും പറഞ്ഞു. ഇതിലേറെ അസാധാരണമായ മറ്റൊരു കാര്യം, ലേസിയുടെ മാതാപിതാക്കൾക്ക് ആ നഗരത്തിൽ വളരെയേറെ പ്രശസ്തിയുണ്ടായിരുന്നു. ഷീല രാഷ്ട്രീയത്തിലും മുൻപ് പോലീസിലും ജോലി ചെയ്തിരുന്നു. ക്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ ഒരു ചാരിറ്റിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലേസിക്ക് ആവശ്യമായ സഹായം ചെയ്തിരിക്കാം. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇവരെ അറിയാമെന്നുണ്ടെങ്കിൽ കൂടിയും പലർക്കും ഇവർക്ക് ഇങ്ങനൊരു മകളുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ ഒരു ന്യൂസ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ഇവരുടെ അയൽവാസി പറഞ്ഞൊരു കാര്യം, 15 വർഷത്തോളമായി ഞാൻ ലേസിയെ കണ്ടിട്ട്. അവൾ വളരെ സന്തോഷവതിയായ ഒരു പെൺകുട്ടിയാണ്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഞങ്ങളുടെ മക്കളുമായും അവൾ ചേർന്ന് കളിക്കുമായിരുന്നു. പക്ഷെ അവൾക്കൊരു 14 വയസ്സായപ്പോൾ അപ്പോൾ മുതൽ മറ്റു കുട്ടികളുമായി അവളെ കളിക്കാൻ അനുവദിച്ചില്ല. കാരണം ചോദിച്ചതിന് അവൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് അവളുടെ മാതാപിതാക്കൾ പറഞ്ഞത്. ആ സമയം അവൾ 9ൽ പഠിക്കുകയായിരുന്നു. ലേസിക്ക് പിന്നെ ഒരു ഹോം സ്കൂളിംഗ് ആയിരുന്നു, അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവളെ പഠിപ്പിച്ചുവെന്നും പറഞ്ഞു. ലേസി മരിക്കുന്നതിന് മുൻപ് ഇതുപോലെ മറ്റൊരു നെയ്ബറും അവളുടെ അച്ഛനും അമ്മയോടും ചോദിച്ചു. ലേസി കണ്ട് ഒരുപാട് നാളായി, അവൾ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും എന്ന് കരുതി ലേസിയുടെ വിവാഹ ജീവിതം എങ്ങനെയുണ്ട്, അവൾ സന്തോഷവതിയാണോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അതിന് അവളുടെ മാതാപിതാക്കൾ, ഇല്ല, അവൾക്ക് വിവാഹമൊന്നും ആയിട്ടില്ല, വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്നും പറഞ്ഞ് അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു സബ്ജക്റ്റ് മാറ്റി മറ്റെന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അവൾ വീടിനുള്ളിൽ തന്നെ ഉള്ളത്, എന്തുകൊണ്ട് വീട് വിട്ട് പുറത്തേക്ക് വരുന്നില്ല, ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അയൽവാസിക്ക് അറിയില്ലായിരുന്നു ആ വീടിനുള്ളിൽ ഇത്രയേറെ ക്രൂരമായ ഒരു കാര്യം നടക്കുന്നുവെന്ന്. അയൽവാസിയും അത് വലിയ കാര്യമാക്കിയില്ല. 2022 ഏപ്രിൽ മാസം 2-ന് ഷീലയെയും ക്ലേനെയും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ജഡ്ജിക്ക് മുൻപിൽ ലേസി അവസാനമായി ഏതവസ്ഥയിലാണ് കണ്ടെത്തിയത് എന്ന് കാണിക്കുന്ന ആ ക്രൈം സീൻ ഫോട്ടോസ് എല്ലാം കാണിച്ചു. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന പുണ്ണുകൾ, മാഗറ്റ്സ്, അവളുടെ ശരീരത്തിനുള്ളിലുണ്ടായിരുന്ന ബോൺസ് പുറത്ത് എക്സ്പോസ് ആയിരുന്നത്, ഇങ്ങനെ എല്ലാ ഫോട്ടോസും കാണിച്ചു. ആ ജഡ്ജിക്ക് പോലും അത് പൂർണ്ണമായി നോക്കാനേ സാധിച്ചില്ല. അതിനാൽ ലേസിയുടെ മാതാപിതാക്കളായ ഷീല, ക്ലേ ഫ്ലെച്ചർ ഇവരിൽ 2nd ഡിഗ്രി മർഡർ ചാർജ് ഫയൽ ചെയ്തു. 2022 മെയ് മാസം 2-ാം തീയതി
$3 ലക്ഷം പേ ചെയ്ത് ഇവർ രണ്ടുപേരും ജാമ്യത്തിൽ പുറത്തിറങ്ങി. എന്നാൽ 2023 ജൂൺ മാസത്തിൽ ഗ്രാൻഡ് ജൂറി വീണ്ടും ഇവരിൽ കൊലപാതക കുറ്റം ചുമത്തി. 2024 ഫെബ്രുവരി മാസം 6-ന് ഷീലയ്ക്കും ക്ലേയ്ക്കും പരോളിന് യാതൊരു സാധ്യതയുമില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കണമെന്നാണ് കോടതിയിൽ വാദിച്ചത്. നരഹത്യയ്ക്ക് പരമാവധി 40 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടു. എന്നാൽ 2024 മാർച്ച് മാസം 20-ന് ഇവർക്ക് ഈ 40 വർഷത്തിൽ 20 വർഷത്തെ തടവ് ശിക്ഷ മാത്രം വിധിച്ചു. ബാക്കി 20 വർഷം സസ്പെൻഡ് ചെയ്തു. ഈ കേസിൽ എനിക്കുള്ളൊരു ചോദ്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പഴയ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പോലും ഈ ഫോട്ടോസ് വിത്ത് ഡിസ്റ്റർബിംഗ് ബാക്ക് സ്റ്റോറീസ് എന്ന സീരീസിൽ ഇങ്ങനെയുള്ള കേസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ 30-40 വർഷത്തോളം അവളുടെ അമ്മ തന്നെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിരുന്നു. അതും ഒരാളെ പ്രണയിച്ചത് കൊണ്ട് മാത്രം. ഇതൊക്കെ 50-60 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണ്. എന്നാൽ ഇതിപ്പോൾ 2022-ലാണ് നടന്നത്. ലേസിയുടെ ബന്ധുക്കൾ ഒരാൾ പോലും ആ വീട്ടിലേക്ക് പോയില്ലേ? അല്ലെങ്കിൽ ഒരാൾ പോലും ലേസിയെക്കുറിച്ച് ചോദിച്ചതുമില്ലേ? മാത്രമല്ല, ലേസിയുടെ മാതാപിതാക്കൾക്ക് ഡോക്ടറെ കൊണ്ടുവന്ന് അവളെ ചികിത്സിപ്പിക്കാമായിരുന്നു. എന്നാൽ ഡോക്ടർ പോലും ആ വീട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ലേസിയുടെ മാതാപിതാക്കൾ അവൾ മരിക്കണമെന്ന് തന്നെയാണോ ചിന്തിച്ചത്? എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അവളുടെ ആ ഓരോ ദിവസവും അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങൾ എങ്ങനെയായിരുന്നിരിക്കണം? എനിക്ക് ചിന്തിച്ചു നോക്കാനേ സാധിക്കുന്നില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.